വെൽക്കം ടു ജെലീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണ മട്ടൺ ബിരിയാണിയാണ്. അതിനുവേണ്ടി 250 ഗ്രാം മട്ടൺ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് തൈര് ഇത്രയും ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്കായ, ബേ ലീഫ് ഇത്ര സാധനങ്ങൾ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് ബാസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3/4 വേവാവണ വരേക്കും വേവിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് വഴറ്റി മാറ്റി വയ്ക്കണം. കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്കായ, കറുവപ്പട്ട, തക്കോലം, ബേ ലീഫ് ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കണം. ഒരു 2 കപ്പോളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് മട്ടൺ നന്നായിട്ട് വേവിക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ, അതായത് വഴറ്റി വെച്ചിരിക്കുന്ന സവാള, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയും, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒന്നും കൂടി ഇതൊന്ന് വേവിക്കുക. മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.